ആതുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. ആതുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം. ഭൂവിൽ പിറക്കുമ്പോൾ ഇരു കൈയും നീട്ടി വാങ്ങും നീ മാലാഖമാർ. ഒരു ജീവൻ മണ്ണിൽ പൊലിയുമ്പോൾ അരികെ ശാന്തമായ യാത്രയാക്കിയിടും ഭൂവിലെ മാലാഖമാർ. സ്വന്ത വേദനയതെല്ലാം മറന്ന് സോദരർക്കായി നീക്കി വച്ചിടും ജീവിതം. നൊന്തു നീറുന്ന ജീവിതങ്ങളെ കണ്ണീർ തുടച്ചു നൽകിടുന്നിവർ സാന്ത്വനം. തന്നിരുളിൽ കാരുണ്യത്താരങ്ങളാ ലോകം മുഴുവൻ നീട്ടി പരത്താൻ പോകാം, യേശുവിൻ സാക്ഷ്യം നൽകാം. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ് എന്ന തിരുവചനത്തിൻ്റെ പ്രകാശം നിങ്ങളേവരുടെയും ജീവിതത്തിൽ പരക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ നഴ്സസ് ടൈമിലേക്ക് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. നീ അവരോട് ഉപമകൾ വഴി മാത്രം സംസാരിക്കുന്നത് എന്തെന്നുള്ള ശിഷ്യരുടെ ചോദ്യത്തിന് ഈശോ നൽകുന്ന മറുപടി നമുക്ക് ശ്രദ്ധിക്കാം. സ്വർഗരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ അറിയുവാനുള്ള വരം നിങ്ങൾക്കാണ് ലഭിച്ചിരിക്കുന്നത്, അവർക്കത് ലഭിച്ചിട്ടില്ല. ഈ സമയം ബ്രദർ സുനിലിലൂടെ ഈ തിരുവചനങ്ങളിലെ അവർ, നിങ്ങൾ എന്ന വാക്കുകളിലൂടെ ഈശോ എന്താണ് അർത്ഥമാക്കുന്നതെന്ന് നമുക്ക് ശ്രമിക്കാം.
പ്രൈസ് ദി ലോർഡ്. ഇന്നേ ദിവസം ദൈവം നമുക്ക് തരുന്ന തിരുവചനം ഗലാത്യക്കാർക്ക് എഴുതുന്ന ലേഖനത്തിൽ അതിൻ്റെ 3-ാമത്തെ അധ്യായം 26-ാമത്തെ തിരുവചനമാണ്. യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴി നിങ്ങളെല്ലാവരും ദൈവപുത്രന്മാരാണ്. ക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ വേണ്ടി സ്നാനം സ്വീകരിച്ചിരിക്കുന്ന നിങ്ങളെല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. എന്താണ് അപ്പോസ്തലൻ പറയുന്നത്? യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴി നിങ്ങളെല്ലാവരും ദൈവത്തിൻ്റെ പുത്രന്മാരാണ്. ക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ വേണ്ടി സ്നാനം സ്വീകരിച്ചിരിക്കുന്ന നിങ്ങളെല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴി. എന്നാണ് നമ്മൾ വിശ്വാസികളായത്? പ്രിയപ്പെട്ടവരെ, ജ്ഞാനസ്നാനത്തിലൂടെയാണ് ഒരുവൻ വിശ്വാസത്തിലേക്ക് കടന്നു വന്നത്. ജ്ഞാനസ്നാനത്തിലൂടെ. അന്ന് നമ്മുടെ വിശ്വാസം നമുക്ക് ഏറ്റുപറയാനുള്ള കഴിവ് നമുക്കില്ല. നമ്മൾ കൊച്ചു കുഞ്ഞാരും. എന്നാൽ അന്ന് നമുക്ക് വേണ്ടി രണ്ടുപേര് വിശ്വാസം ഏറ്റുപറഞ്ഞു. ആരാണ് പറഞ്ഞത്? തലതൊട്ടപ്പനും തലതൊട്ടമ്മയും. അവർ അന്ന് എടുത്ത പ്രതിജ്ഞ എന്താ? ഈ കുഞ്ഞിനെ വിശ്വാസത്തിൽ വളർത്താമെന്നാണ്. വിശ്വാസത്തിൽ വളർത്താൻ. സത്യത്തിൽ തൊട്ടിട്ട് പോയതല്ലാതെ പിന്നെ അവരെ നമ്മൾ അധികം കണ്ടിട്ടില്ല. അതുകൊണ്ട് എന്ത് പറ്റി? വിശ്വാസത്തിൽ നമ്മൾ വളർന്നോ? ഇല്ല. എന്താ വിശ്വാസത്തിലുള്ള വളർച്ചയെന്ന് പറയുന്നത്? എനിക്ക് 48 വയസ്സുണ്ട്. എൻ്റെ ശരീരത്തിന് 48 വയസ്സുണ്ട്. എന്ന് വെച്ചാൽ ഈ മണ്ണിൽ ഞാൻ 48 വർഷം ജീവിച്ചു. അപ്പോൾ എൻ്റെ വിശ്വാസത്തിന് എത്രയുണ്ടാകണം? 48 ഉണ്ടാകണം. പ്രിയപ്പെട്ടവരെ, ഇന്ന് ശരീരത്തിന് 48 വിശ്വാസത്തിനോ? അപ്പോൾ ക്രിസ്തുവിൽ ഞാൻ ഓരോ ദിവസം വിശ്വാസത്തിൽ ഞാൻ വളരണം. അതാണ് സഭ ആഗ്രഹിക്കുന്നത്, ദൈവം ആഗ്രഹിക്കുന്നത്. ആരാണ് വിശ്വാസി? എന്താണ് വിശ്വാസത്തിൻ്റെ ബേസ്? മർക്കോസിൻ്റെ സുവിശേഷത്തിൽ അതിൻ്റെ 4-ാമത്തെ അധ്യായം അതിൻ്റെ 10 മുതലുള്ള തിരുവചനം. അവിടെ ഇപ്രകാരമാണ് പറയുന്നത്: അവൻ തനിച്ചായപ്പോൾ 12 പേരും കൂടെയുണ്ടായിരുന്ന മറ്റുള്ളവരും ഉപമകളെക്കുറിച്ച് അവനോട് ചോദിച്ചു. അവൻ തനിച്ചായപ്പോൾ എന്ന് വച്ചാൽ അതിനർത്ഥം പകലത്തെ ശുശ്രൂഷയെല്ലാം കഴിഞ്ഞ് കർത്താവ് വിശ്രമിക്കുന്ന സമയമാണ്. അതാണ് അവൻ തനിച്ചെന്ന് പറയുന്നത്. 12 പേര്. ആരാണ് 12 പേര്? ശിഷ്യന്മാരാണ്. കൂടെയുണ്ടായിരുന്ന മറ്റുള്ളവർ അവർ ശിഷ്യന്മാരല്ല, പക്ഷേ അവർ കർത്താവിനെ സ്വീകരിച്ചവരാണ്. അതുകൊണ്ടാണ് ജനക്കൂട്ടം പോയിട്ടും അവർ പോകാത്തത്. അവരെന്തിനെക്കുറിച്ചാണ് ചോദിച്ചത്? ഉപമകളെക്കുറിച്ചാണ് ചോദിച്ചത്. നിങ്ങൾ ശ്രദ്ധിച്ചേ, യേശു പഠിപ്പിച്ചതെല്ലാം കഥകളിലൂടെയാണ്, ഉപമകളിലൂടെയാണ്. എന്ന് പറഞ്ഞാൽ ധൂർത്തുപുത്രൻ്റെ ഉപമ അതൊരു കഥയാണ്, സംഭവമല്ല. പിതാവിൻ്റെ സ്നേഹം നമുക്ക് പരിചയപ്പെടുത്തി തരികയാണ് ആ കഥയിലൂടെ. അതുപോലെ കളകളുടെ ഉപമ, വിവാഹ വിരുന്ന്. വിരുന്നെന്ന് പറയുന്നത് ബലിയാണ്. മണവാളൻ യേശു, മണവാട്ടി സഭയാണ്. അപ്പോൾ യേശു പഠിപ്പിച്ചതെല്ലാം ഉപമകളിലൂടെയാണ്. അവർ ഉപമകളെക്കുറിച്ച് അവനോട് ചോദിച്ചു. അവൻ പറഞ്ഞു, ദൈവരാജ്യത്തിൻ്റെ രഹസ്യം നിങ്ങൾക്കാണ് നൽകപ്പെട്ടിരിക്കുന്നത്. ഈശോ പറയുന്നൊരു വാക്കാണത്, നിങ്ങൾ. നിങ്ങൾ എന്താണ് അവൻ പറഞ്ഞത്? ദൈവരാജ്യത്തിൻ്റെ രഹസ്യം നിങ്ങൾക്കാണ് നൽകപ്പെട്ടിരിക്കുന്നത്. എന്നിട്ട് അവൻ പറയുകയാണ്, പുറത്തുള്ളവർക്കാകട്ടെ എല്ലാം ഉപമകളിലൂടെ മാത്രം. അപ്പോൾ ഉപമകൾ പറഞ്ഞത് ആരോടാണ്? പുറത്തുള്ളവരോടാണ്. അപ്പോൾ 2 കൂട്ടരുണ്ട് പ്രിയപ്പെട്ടവരെ. ഒന്നാരാണ്? നിങ്ങൾ. അടുത്തതോ പുറത്തുള്ളവർ. ഉണ്ടോ? അപ്പോൾ ഉപമകൾ പറഞ്ഞത് ആരോടാണ്? പുറത്തുള്ളവരോടാണ്. ദൈവരാജ്യത്തിൻ്റെ രഹസ്യമോ നിങ്ങളോട്. എന്നിട്ട് വീണ്ടും അവൻ തുടർന്നു, അവർ കണ്ടിട്ടും കാണാതിരിക്കുന്നതിനും. പുറത്തുള്ളവരെ യേശു വിളിച്ച വാക്കാണ് അവർ. അപ്പോൾ ഇനി നമ്മൾ പുറത്തുള്ളവരെന്ന് പറയരുത്, അവർ എന്ന് പറയണം. അപ്പോൾ 2 കൂട്ടരുണ്ട്. ഒന്നാരാണ്? നിങ്ങളും അവരും. നിങ്ങളും അവരും. ആരാണ് നിങ്ങൾ? ദൈവരാജ്യത്തിൻ്റെ മർമ്മങ്ങൾ മനസ്സിലാക്കി അതനുസരിച്ച് ജീവിക്കുന്നവരാണ്. ആര്? നിങ്ങൾ. ഉപമകളോ? അത് പുറത്തുള്ളവരോടാണ്. ആരോടാണ്? അവരോട്. അവരുടെ പ്രത്യേകത എന്താണ്? ക്രിസ്തു പഠിപ്പിക്കുന്നു, അവർ കണ്ടിട്ടും കാണാതിരിക്കുന്നതിനും കേട്ടിട്ടും ഗ്രഹിക്കാതിരിക്കുന്നതിനും അങ്ങനെ അവർ മനസ്സു തിരിഞ്ഞ് മോചനം പ്രാപിക്കാതിരിക്കുന്നതിനും വേണ്ടിയാണത്. പ്രൈസ് ദി ലോർഡ്. എന്താണ് സംഭവം? അവർ കണ്ടിട്ടും കാണാതിരിക്കുന്നതിനും എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ അവർ കാണും, പക്ഷെ അവർക്ക് മനസ്സിലാകില്ല. അവർ കേൾക്കും, പക്ഷെ അവർക്ക് ഗ്രഹിക്കാൻ പറ്റത്തില്ല. കാരണം ആരാണ്? അവരാണ്. ചോദിക്കട്ടെ, നിങ്ങളാണോ അവരാണോ? നിങ്ങളാണോ അവരാണോ? ഇതാണ് കർത്താവ് എന്ന് നമ്മളോട് ചോദിക്കുന്ന ചോദ്യം. സത്യത്തിൽ നമ്മൾ എല്ലാ ദിവസവും വിശുദ്ധ ബലി അർപ്പിക്കുന്നവരല്ലേ? വിശുദ്ധ ബലി അനുഭവിക്കുന്നവരല്ലേ? ആരാണ്? കർത്താവ് എന്ന് ചോദിക്കുകയാണ്, നിങ്ങളാണോ അവരാണോ? ആരാണ് നിങ്ങൾ? ആരാണ് അവർ? യോഹന്നാന്റെ സുവിശേഷത്തിൽ കർത്താവ് നമ്മളെ വീണ്ടും പഠിപ്പിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം അതിൻ്റെ 11-ാമത്തെ അധ്യായം 1-ാമത്തെ അധ്യായം
11 മുതലുള്ള തിരുവചനങ്ങൾ. എന്താണ് അവൻ പറയുന്നത്? അവൻ സ്വജനത്തിന്റെ അടുത്തേക്ക് വന്നു, എന്നാൽ അവർ അവനെ സ്വീകരിച്ചില്ല. പ്രൈസ് ദി ലോർഡ്. എന്താണ് വചനം പറയുന്നത്? അവൻ സ്വജനത്തിന്റെ അടുത്തേക്ക് വന്നു. ഉണ്ടോ? അവൻ വന്ന് സ്വന്തം ജനത്തിന്റെ അടുത്തേക്കാണ്, എന്നാൽ അവർ അവനെ സ്വീകരിച്ചില്ല. പ്രിയപ്പെട്ടവരെ, തിരിച്ചറിയണം, ഈ അവരെന്ന് പറയുന്നത് പുറത്തുള്ളവരല്ല, നമ്മളിൽ തന്നെയുണ്ട്. അവൻ വന്നത് എങ്ങോട്ടാ? സ്വന്തം ജനത്തിന്റെ അടുത്തേക്കാണ്, എന്നാൽ അവർ അവനെ സ്വീകരിച്ചില്ല. അടുത്ത വചനം, തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തന്റെ നാമത്തിൽ വിശ്വസിച്ചവർക്കെല്ലാം ദൈവ മക്കളാകാൻ അവൻ കഴിവ് കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. എന്താണ്? തന്നെ സ്വീകരിച്ചവർക്ക്. അപ്പൊ പ്രിയപ്പെട്ടവരെ, ആരാണ് ഈ അവർ? സ്വന്തം ജനത്തിൽ തന്നെ അവരുണ്ട്, പക്ഷെ അവരവനെ സ്വീകരിച്ചിട്ടില്ല. പക്ഷെ അവർ പള്ളി വരും, മിനിസ്ട്രി പ്രവർത്തിക്കും, അവർ വചനപ്രഘോഷണ രംഗത്തുണ്ട്. അവരുടെ പ്രത്യേകത എന്താ? അവർ വരുന്നത് എന്തിനാണ്? 2 വർഷം മുമ്പ് ഞാൻ ഭരണങ്ങാനോ അസീസിയിൽ വചനം പ്രസംഗിച്ചിട്ട് റൂമിൽ വന്നിരിക്കുമ്പോൾ ഒരു മനുഷ്യൻ എൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കാൻ. അപ്പം ഞാൻ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടനെ കണ്ട് നല്ല പരിചയമുണ്ടല്ലോ. പെട്ടെന്ന് ആ മനുഷ്യൻ പറഞ്ഞു, സുനിലിനെ എന്നെ മനസ്സിലായില്ലേ? ഞാൻ 2 വർഷം മുമ്പ് ഇവിടെ വന്നതാണ്. അന്ന് ഞാൻ ഇവിടെ വന്ന് ധ്യാനിച്ചപ്പോൾ സുനിലിൻ്റെ അടുത്ത് തന്നെയാണ് പ്രാർത്ഥിക്കാൻ വന്നത്. അപ്പം ഞാൻ അന്ന് എന്തിനാണ് വന്നത്? അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, അന്ന് വന്നത് 5 ഏക്കർ വസ്തു വിൽക്കാനുണ്ടായിരുന്നു. ഇവിടെ വന്നു പ്രാർത്ഥിച്ചു, ധ്യാനം കൂടി, വസ്തു വിറ്റു. പിന്നെ എന്നാ പറഞ്ഞത്? പിന്നെ പ്രശ്നമൊന്നും ഉണ്ടായില്ല. അപ്പോൾ ഇപ്പോൾ വന്നേക്കുന്നതോ, ഇപ്പം 2 പെൺപിള്ളേരുടെ വിവാഹപ്രായം ഒരുപോലെ എത്തി നിൽക്കുകയാണ്. പല കേസും വന്നു, ഒന്നും ശരിയാകുന്നില്ല. എനിക്ക് ഉറപ്പുണ്ട് ബ്രദറെ, ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു, വചനം കേട്ടാൽ എൻ്റെ മക്കളുടെ വിവാഹം നടക്കും. വന്നു പ്രാർത്ഥിച്ചു, വിവാഹം നടന്നു. ഇനി എന്ന് വരും? ഇനി അടുത്ത പ്രശ്നം ഉണ്ടാകുമ്പോൾ, അടുത്ത പ്രശ്നം എന്താ? കെട്ടിച്ച മക്കൾക്ക് ഇപ്പം പിള്ളേരില്ല. സത്യത്തിൽ ഓർത്തു നോക്കിക്കേ, അവര് വരുന്നത് എന്തിനാണ്? അവനെ സ്വീകരിക്കാനല്ല, അവനെ ഉപയോഗിക്കാനും. കണ്ടോ? തന്നെ ഉപയോഗിച്ചവരെ അവൻ വിളിച്ച വാക്കാണ് അവർ. ചോദിക്കട്ടെ, നിങ്ങൾ അവനെ സ്വീകരിച്ചവരാണോ, അവനെ ഉപയോഗിക്കുന്നവരാണോ? അവരാണോ, നിങ്ങളാണോ? ആരാണ് പ്രിയപ്പെട്ടവരെ അവർ? ആരാണ് നിങ്ങൾ? മത്തായിയുടെ സുവിശേഷത്തിൽ 10-ാമത്തെ അധ്യായം അതിൻ്റെ 9 മുതലുള്ള തിരുവചനം, അവിടെ ഇപ്രകാരമാണ് പറയുന്നത്: നിങ്ങളുടെ അരപ്പട്ടയിൽ സ്വർണമോ വെള്ളിയോ ചെമ്പോ കരുതി വെക്കരുത്. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ അരപ്പട്ടയിൽ, ആരുടെ? അവരുടെ അല്ല, നിങ്ങളുടെ അരപ്പട്ടയിൽ സ്വർണമോ വെള്ളിയോ ചെമ്പോ കരുതി വെക്കരുത്, ശേഖരിക്കരുതെന്നാണ് അർത്ഥം. പ്രിയപ്പെട്ടവരെ, തിരിച്ചറിയുക, നിങ്ങളുടെ അരപ്പട്ട എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും എന്താണ്? അരഞ്ഞാണമാണെന്ന്. അല്ല. ഇംഗ്ലീഷ് ബൈബിളിൽ നിന്നും മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തപ്പോൾ പല വാക്കുകളും മലയാളത്തിൽ എന്താണ് അതിൻ്റെ യഥാർത്ഥാർത്ഥത്തിലല്ല. ഇംഗ്ലീഷ് ബൈബിളിൽ പറയുന്നത് അരപ്പട്ട എന്നല്ല, പോക്കറ്റെന്നാണ്. അപ്പം നിങ്ങളുടെ പോക്കറ്റിൽ എന്താണ്? സ്വർണമോ വെള്ളിയോ ചെമ്പോ കരുതി വെക്ക, ഇടരുതെന്നല്ല, ശേഖരിക്കരുത്. ചോദിക്കട്ടെ, നമ്മൾ ശേഖരിക്കുന്നവരാണോ? ഇവിടെയാണ് പ്രിയപ്പെട്ടവർ വെളിച്ചം കിട്ടേണ്ടത്. ഇവിടെ തിരിച്ചറിവുണ്ടാകേണ്ടത്. എന്തുകൊണ്ടാണ് ശേഖരിക്കരുതെന്ന് ദൈവം പറയുന്നത്? ഇസ്രായേൽ ജനത്തെ, തൻ്റെ മക്കളെ കാനാൻ ദേശത്തേക്ക് നയിച്ചപ്പോൾ മരുഭൂമിയിൽ വെച്ച് അവർക്ക് വിശന്നപ്പോൾ അവർ നിലവിളിച്ചപ്പോൾ അപ്പൻ, പിതാവായ ദൈവം അവർക്ക് മന്ന കൊടുക്കുമ്പോൾ അപ്പൻ 2 എഗ്രിമെൻ്റാണ് മക്കളുമായിട്ട് വെക്കുന്നത്. ഒന്ന്, നാളത്തേന് ഇത് ശേഖരിക്കരുത്, കരുതി വെക്കരുത്. 2, സാബത്ത് ദിവസം ശേഖരിക്കാൻ പാടില്ല. എന്താ അവർ ചെയ്തത്? വിശന്ന് മരിക്കാറായപ്പോഴാണ് ഈ മന്ന വീഴുന്നത്. അപ്പൊ ഭക്ഷിക്കാനല്ല അവർ ശ്രമിച്ചത്, അവർ ശേഖരിക്കാനാണ്. എന്താണ് സംഭവിച്ചത് പ്രിയപ്പെട്ടവരെ? പിറ്റേന്ന് തുറന്നു നോക്കിയപ്പോഴോ പുഴുവായി. എന്ന് വെച്ചാൽ അതിനർത്ഥം ഈ ശേഖരിച്ചു വെക്കുന്നതൊന്നും നമുക്കുള്ളതല്ല, മറ്റുള്ളവർക്കാണ്. അപ്പം ഞാനും നിങ്ങൾ മനസ്സിലാക്കണം, മക്കളെന്ന് പറയുന്നവർ, ദൈവത്തിൻ്റെ മക്കളെന്ന് പറയുന്നവർ കർത്താവിൻ്റെ വചനം അനുസരിക്കുന്നവരാണ്. അതാണ് തന്നെ സ്വീകരിച്ചവർക്ക് അവൻ്റെ വചനം അനുസരിക്കണം. എന്ന് വെച്ചാൽ അതിനർത്ഥം എന്താ? യേശു പഠിപ്പിച്ച പ്രാർത്ഥനയില്ലേ? എന്താണ് അവൻ പഠിപ്പിച്ച പ്രാർത്ഥന? സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, എൻ്റെ പിതാവേ എന്നല്ല, ഞങ്ങളുടെ പിതാവേ. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കേ,
ആ പ്രാർത്ഥനയിൽ എത്ര തവണ ഞങ്ങൾ എന്ന് പറയുന്നുണ്ട്, ഞങ്ങൾ എന്ന് പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ അതിനർത്ഥം നമുക്ക് 8 തവണ ഞങ്ങൾ എന്ന് പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ അതിനർത്ഥം എന്താ? നമുക്കൊരാൾക്ക് ഒറ്റയ്ക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് കായേനോട് ദൈവം ചോദിക്കുന്നത്, ആബേലെവിടെ, ആബേലെവിടെ. കഴിഞ്ഞ ദിവസം ഞാൻ ഹോസ്പിറ്റലിൽ നേഴ്സുമാരുടെ റിട്രീറ്റാണ്. അപ്പം ഞാൻ ക്ലാസ് കഴിഞ്ഞിട്ട് പ്രാർത്ഥിക്കാനായിട്ട് അവിടെ ഇരിക്കുമ്പോൾ അവിടെ തൂത്തുവാരുന്നൊരു സ്ത്രീ അവൾ എൻ്റെ അടുത്ത് വന്നു പ്രാർത്ഥിക്കാനായിട്ട്. അവളുടെ പ്രാർത്ഥന ഇതാണ്. എന്താണ് അവൾ പറയുന്നത്? ബ്രദറെ, എൻ്റെ അനുജത്തിയുടെ വിവാഹം ഉറപ്പിച്ചിട്ട് 1 വർഷം കഴിഞ്ഞു, വിവാഹം നടക്കുന്നില്ല. ഞാൻ ചോദിച്ചു എന്താ മോളെ കാരണം? അപ്പോൾ അവൾ എന്നോട് പറഞ്ഞ് കൊടുക്കാനായിട്ട് സ്ത്രീധനമില്ല ബ്രദറെ. ഞാൻ ചോദിച്ചു എന്തെടുക്കുന്ന അവളൊരു കടയിൽ സെയിൽസ് ഗേളായിട്ട് നിൽക്കുന്നു. അപ്പം തളർന്നു കിടക്കുന്നു, അമ്മ മരിച്ചുപോയി, അപ്പം തളർന്നു കിടക്കുകയാണ്, ആങ്ങളെ കുടുംബം നോക്കില്ല. ഞാൻ ചോദിച്ചു എന്താണ് കൊടുക്കേണ്ട സ്ത്രീധനം? ആ കുട്ടി എന്നോട് പറഞ്ഞ് 3 പവനാണ് ബ്രദറെ, 3 പവൻ. എന്നിട്ട് അവൾ കരഞ്ഞുകൊണ്ട് എന്നോട് ചോദിച്ചു എൻ്റെ അനുജത്തിയുടെ കല്യാണം നടക്കുമോ? സത്യത്തിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, ഞാൻ ആ വാക്ക് കേട്ടപ്പോഴും ഞെട്ടിപ്പോയി. അവൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ അവൾ പറഞ്ഞ ഒറ്റക്കാണ് 3 പവൻ. ഓർത്ത് നോക്കിക്കേ. അപ്പോൾ ആ കുട്ടി 1 വർഷമായിട്ട് നിലവിളിക്കുകയാണ്. അവളുടെ കണ്ണുനീര് നിലത്ത് വീഴുമ്പോൾ ഞാൻ നിങ്ങൾ മനസ്സിലാക്കണം, എന്തുകൊണ്ടാണ് ഇന്ന് മനുഷ്യന് സ്വസ്ഥതയില്ലാത്തത്, എന്തുകൊണ്ടാണ് സമാധാനമില്ലാത്തത്. പ്രിയപ്പെട്ടവരെ, മറ്റൊരു തെറ്റുമല്ല നമ്മൾ ചെയ്തത്. നമ്മൾ ഇതുവരെ അവനെ സ്വീകരിച്ചിട്ടില്ല, മക്കളായിട്ടില്ല. മക്കളാകുമ്പോഴോ നിങ്ങൾ ആവശ്യത്തിനിട്ടോ മിച്ചമുള്ളതോ. ഞാനിത് അസീസിയിൽ പ്രസംഗിച്ചു. പ്രസംഗം കഴിഞ്ഞ് ഞാൻ പോയി, ഒരു അപ്പച്ചനെ വിളിച്ചു, 80 വയസ്സുള്ളൊരു അപ്പൻ. എന്നോട് പറഞ്ഞു ബ്രദറെ ആ ഫോൺ നമ്പർ തരാമോ? ഞാൻ ആ കുട്ടിയുടെ ഫോൺ നമ്പർ കൊടുത്തു. ആ മനുഷ്യൻ ചെന്നവിടെ ഇരുന്നുകൊണ്ട് ആ മനുഷ്യനെ വിളിച്ചു. അയാൾ വന്ന് 5 പവനായിട്ടാണ്, എന്നിട്ടോ 10,000 രൂപയും. എന്നിട്ട് എന്നോട് പറഞ്ഞു ബ്രദറെ ഞാനിത് കൊടുക്കുകയാണ്. അത് കണ്ടപ്പോൾ ആ മനുഷ്യൻ്റെ കണ്ണ് നിറഞ്ഞുപോയി. ഞാനും പറഞ്ഞു എന്നെങ്കിലും അവസരം വന്നാൽ എന്നെ കാണാൻ അസീസിയിലൊന്ന് വരണം. അപ്പൻ ഒരിക്കൽ കയറി വന്നിട്ട് എന്നോട് പറഞ്ഞു ആ മനുഷ്യൻ ഞാനാണ്. പെട്ടെന്ന് പറഞ്ഞിരിക്കും. ഞാൻ അപ്പനോട് ചെന്തുകൊണ്ട് അത് കൊടുക്കാൻ തോന്നിയത്. ഞാനന്ന് 350 പേരോടാണ് അത് പ്രസംഗിച്ചത്. പെട്ടെന്ന് ആ അപ്പൻ എന്നോട് പറയാം ബ്രദറെ 5 വർഷം മുമ്പ് എൻ്റെ പങ്കാളി മരിച്ചു. എൻ്റെ പങ്കാളി ഒരു വിശുദ്ധയായ സ്ത്രീയാണ്, 9 മക്കളുണ്ട്. മരണസമയത്ത് അവളെ കഴുത്തേ കിടന്ന താലിമാല ഊരിയിട്ട് എന്നോട് പറഞ്ഞു മരണം വരെ ഇത് സൂക്ഷിക്കണമെന്ന്. ഞാനത് എൻ്റെ തലവണയുടെ കീഴെ വെക്കും. എന്നും വൈകിട്ട് പ്രാർത്ഥിച്ചിട്ട് കിടക്കുമ്പോൾ ഞാൻ ആ താലിയിലെടുത്ത് ഉമ്മ വെക്കും, എന്നിട്ട് കിടക്കും. ബ്രദർ പ്രസംഗിച്ചിട്ട് പോയില്ലേ, അന്ന് രാത്രി അവൾ എൻ്റെ അടുത്ത് വന്നു. എന്നിട്ട് പറഞ്ഞു അതെടുത്തു കൊടുക്കാൻ. സത്യം പറയട്ടെ, അത് കൊടുത്തേ പിന്നെയാണ് ബ്രദറെ എൻ്റെ മനസ്സ് സമാധാനം കൊണ്ട് നിറഞ്ഞത്. ആ മനുഷ്യൻ എണീറ്റപ്പം ഞാൻ അയാളെ കെട്ടിപ്പിടിച്ച് കേട്ടോ. എന്നിട്ട് ഞാൻ അപ്പനോട് പറഞ്ഞു നിങ്ങൾ സ്വർഗത്തിലുണ്ടാവും. സത്യമാണ്. അതിന് കാരണം എന്താണ്? ആ മനുഷ്യൻ ആരായി? മകനായി. ചോദിക്കട്ടെ, നിങ്ങളാണോ അവരാണോ? ആരാണ് നിങ്ങൾ, ആരാണ് അവർ? വീണ്ടും മത്തായിയുടെ സുവിശേഷം 10-ാമത്തെ അധ്യായം 16-ാമത്തെ തിരുവചനം എന്താണ് അവിടെ പറയുന്നത്? ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് ചെമ്മരിയാടുകളെ എന്ന പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. ഞാൻ നിങ്ങളെ, അവരെയല്ല നിങ്ങളെ. എന്നിട്ട് പറയുക നിങ്ങൾ സർപ്പങ്ങളെ പോലെ വിവേകികളും പ്രാവുകളെ പോലെ നിഷ്കളങ്കരുമായിരിക്കും. എന്നിട്ട് വചനം പറയുന്നു മനുഷ്യരെ സൂക്ഷിച്ചു കൊള്ളണം. എന്നിട്ട് പറയാണ് അവർ നിങ്ങളെ. അപ്പൊ ഈ അവർ എന്ന് പറയുന്ന ആരാണ്? മനുഷ്യരാണ്, പച്ചയായ മനുഷ്യരാണ്. ചോദിക്കട്ടെ ഇപ്പോഴും പുറത്തുള്ള മനുഷ്യരും നമ്മളും തമ്മിൽ എന്ത് വ്യത്യാസമുണ്ട്? പ്രിയപ്പെട്ടവരെ ശ്രദ്ധിച്ചു നോക്കിക്കേ. അവരും പണിയെടുക്കുന്നു, പണമുണ്ടാക്കുന്നു, ശേഖരിക്കുന്നു, മക്കളെ ജനിപ്പിക്കുന്നു, പഠിപ്പിക്കുന്നു, വളർത്തുന്നു, സത്യമല്ലേ? എന്നിട്ട് മരിക്കുന്നു. അവരും തമ്മിൽ എന്ത് വ്യത്യാസമുണ്ട്? നമ്മൾ പിന്നെ ആണ്ടിലാണ്ടി ധ്യാനം കൂടും, കർത്താവിൻ്റെ പേര് പറഞ്ഞ് ശുശ്രൂഷ ചെയ്യും. അതിനപ്പുറം എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? കർത്താവ് പറയുന്നു മനുഷ്യരെ സൂക്ഷിച്ചു കൊള്ളണം. അപ്പം നമ്മൾ മനുഷ്യരല്ല, നമ്മൾ മക്കളാണ്. നിങ്ങളാണ്. ഇവിടെയാണ് നമുക്ക് വെളിച്ചം കിട്ടുന്നത്. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷത്തിൽ അതിൻ്റെ 24-ാമത്തെ അധ്യായം അതിൻ്റെ 37-ാമത്തെ തിരുവചനം നോഹയുടെ ദിവസങ്ങൾ പോലെയായിരിക്കും മനുഷ്യപുത്രന്റെ ആഗമനം. നോഹയുടെ ദിവസങ്ങൾ, ആ മനുഷ്യപുത്രന്റെ ആഗമനം ജലപ്രളയത്തിനു മുമ്പുള്ള ദിവസങ്ങളിൽ നോഹ പേടകത്തിനുള്ളിൽ പ്രവേശിച്ച ദിവസം വരെ അവർ തിന്നും കുടിച്ചും വിവാഹം ചെയ്തു കൊടുത്തും കഴിഞ്ഞു പോന്നു. ജലപ്രളയം വന്ന് സംഭരിക്കുന്നത് വരെ അവർ അറിഞ്ഞില്ല. ഇപ്രകാരം തന്നെയായിരിക്കും മനുഷ്യപുത്രന്റെ ആഗമനം. അപ്പോൾ 2 പേർ വയലിലായിരിക്കും, ഒരുവൾ എടുക്കപ്പെടും, മറ്റവൾ അവശേഷിക്കും. 2 സ്ത്രീകൾ തിരികല്ലിൽ പൊടിച്ചുകൊണ്ടിരിക്കും, ഒരുവൾ എടുക്കും, മറ്റവൾ അവശേഷിക്കും. എന്താണ് ക്രിസ്തു പഠിപ്പിക്കുന്നത്? നോഹയുടെ ദിവസങ്ങൾ പോലെ തന്നെയായിരിക്കും മനുഷ്യപുത്രന്റെ ആഗമനം. എന്താ പ്രിയപ്പെട്ടവരെ, നോഹ
നോഹയുടെ പ്രത്യേകത, നോഹയോട് ദൈവം പറഞ്ഞു പെട്ടകമുണ്ടാക്കാൻ. നോഹ പെട്ടകമുണ്ടാക്കി, എന്നിട്ട് പറഞ്ഞു പെട്ടകത്തിനുള്ളിൽ പ്രവേശിക്കാൻ. പക്ഷെ അവർക്ക് സാധിച്ചില്ല. സാധിക്കാത്തതിന് കാരണം എന്താ? അവർക്ക് വിശ്വാസമില്ലാഞ്ഞിട്ടല്ല, അവർ പ്രാർത്ഥിക്കാഞ്ഞിട്ടല്ല. സാധിക്കാത്തതിന് മറ്റൊരു കാരണമുണ്ട്. തുടർന്ന് പറയുന്നു, അവർ തിന്നും കുടിച്ചും വിവാഹം ചെയ്തു കൊടുത്തും കഴിഞ്ഞു പോന്നു. അവർക്ക് പെട്ടകത്തിനുള്ളിൽ പ്രവേശിക്കാൻ സാധിച്ചില്ല. പ്രിയപ്പെട്ടവരെ ശ്രദ്ധിച്ചേ, വിവാഹം ചെയ്തു കൊടുക്കുന്നത് തെറ്റാണോ? തീറ്റയും കുടിയും തെറ്റാണോ? ഒരിക്കലുമല്ല. പക്ഷേ അവർ ജീവിച്ചത് മുഴുവനും എന്തിനു വേണ്ടിയിട്ടാണ്? ശരീരത്തിന് വേണ്ടിയിട്ടാണ്. അവർക്ക് ഒറ്റ ചിന്തയുള്ളൂ. ആ കാലഘട്ടവും ഈ കാലഘട്ടവും തമ്മിൽ വ്യത്യാസവുമില്ല. അന്ന് നോഹ പെട്ടകം പണിതെങ്കിൽ അതേ പെട്ടകമാണ് ക്രിസ്തു. ശ്രദ്ധിച്ചേ, അന്നും ഇന്നും നമ്മൾ എന്താ പ്രത്യേകതയുള്ളത്? കഴിഞ്ഞ ദിവസം എൻ്റെ കൂട്ടുകാരൻ്റെ പെരവാസ്തോലി, ഇംഗ്ലണ്ടിൽ പോയി സമ്പാദിച്ചവൻ, നവീകരണത്തിൽ പ്രവർത്തിക്കുന്ന ചെറുപ്പക്കാരൻ. അപ്പം എന്നെ വിളിച്ചു, ഞാൻ പോയി. ചെന്നപ്പോഴോ കുദാശ കഴിഞ്ഞപ്പോൾ ഭക്ഷണം, ഞാൻ വിശന്നിട്ടാണ് ചെല്ലുന്നത്, രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല. അതുമാത്രമല്ല, എൻ്റെ കൂട്ടുകാരൻ്റെ പെരവാസ്തോലിയല്ലേ, ഞാൻ വളരെ സന്തോഷത്തോടെ ചെന്നപ്പോഴോ അവൻ പറഞ്ഞു, ആദ്യം നീ തന്നെ ആരംഭിക്കുക. പ്രാർത്ഥിച്ചിട്ട് ആരംഭിച്ചു. ആദ്യം എന്താണ് പ്രിയപ്പെട്ടവരെ? ആദ്യം കള്ളപ്പവും പന്നിക്കറിയും. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണമാണ് കള്ളപ്പവും പന്നിക്കറിയും. 2 അപ്പം ഇട്ടപ്പോൾ ഞാൻ ആ ഇടുന്ന ആളോട് പറഞ്ഞു ഒരു 5 എണ്ണം ഇടാൻ. അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, 5 ആക്കേണ്ട സഹോദര, 5 × 2 7, 7 എണ്ണം. കള്ളപ്പവും പന്നിക്കറിയും കഴിഞ്ഞങ്ങോട്ട് മാറിയപ്പോഴാണ് കപ്പ ബിരിയാണി. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണ് കപ്പ ബിരിയാണി കഴിഞ്ഞങ്ങോട്ട് മാറിയപ്പോഴാണ് തട്ടുദോശ. സത്യത്തിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, ആദ്യം തന്നെ ഈ കള്ളപ്പവും പന്നിക്കറി ഇട്ടത് എൻ്റെ പ്ലേറ്റ് നിറഞ്ഞു. അടുത്തതിടാനോ, അപ്പോൾ ഒരു പയ്യനെ കൊണ്ടുവന്ന് അടുത്ത് നിർത്തി. അവൻ്റെ കയ്യിലാണ് കപ്പ ബിരിയാണി. അങ്ങോട്ട് മാറിയപ്പോഴാണ് ചിക്കൻ ബിരിയാണി. ഞാൻ നോക്കിയപ്പം ഓരോ സ്ത്രീകൾ ഇത് ഭക്ഷിച്ചിട്ട് കാറേ കയറാൻ ബുദ്ധിമുട്ടുക. ഭർത്താവും വേറെ 2 പേരും കൂടി എടുത്താണ് കാറയിലേക്ക് കയറ്റുന്നത്. എന്ന് വെച്ചാൽ അതിനർത്ഥം എന്താ? അന്നും ഇന്നും ഇത് തന്നെ പരിപാടി, തീറ്റയും കൂടി. ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരെ, എന്താ സംഭവം? ക്രിസ്തുവിൽ പ്രവേശിക്കാൻ സാധിച്ചില്ല. അതുകൊണ്ടാണ് വചനം തുടർന്ന് പറയുന്നത്, അന്ന് 2 പേർ വയലിലായിരിക്കും, ഒരുവൾ എടുക്കപ്പെടും, മറ്റവൾ അവശേഷിക്കും. എടുക്കപ്പെടുന്ന ആരാണ്? ക്രിസ്തുവിൽ പ്രവേശിച്ചവർ. നിങ്ങൾ ആരാണ് അവശേഷിക്കുന്നത്? അവർ 2 പേർ തിരികല്ലി പൊടിച്ചുകൊണ്ടിരിക്കും, ഒരുവൾ എടുക്കപ്പെടും, മറ്റവൾ അവശേഷിക്കും. ആരാണ് എടുക്കപ്പെടുന്നത്? ക്രിസ്തുവിൽ പ്രവേശിച്ചവർ. നിങ്ങൾ മക്കൾ. ആരാണ് അവശേഷിക്കുന്നത്? ക്രിസ്തുവിലെ ഉപയോഗിക്കുന്നവർ. ചോദിക്കട്ടെ, ഇതുവരെ മക്കളായോ? അതുകൊണ്ടാണ് ഗലാത്യ 4:9, നിങ്ങൾ മക്കളായതുകൊണ്ട് ആബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയത്തിലേക്ക് അയച്ചിരിക്കുന്നു. നിങ്ങൾ മക്കളാകുമ്പോൾ, ക്രിസ്തുവിൽ പ്രവേശിക്കുമ്പോൾ എന്താ ദൈവം ചെയ്യുന്നത്? ആബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രന്റെ ആത്മാവിനെ ദൈവം നിങ്ങളുടെ ഹൃദയത്തിൽ അയച്ചിരിക്കുന്നു. ആകയാൽ ഇനിമേൽ നിങ്ങൾ ദാസരല്ല, മക്കളാണ്. മക്കളെങ്കിലോ അവകാശികളാണ്. പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിൽ പ്രവേശിക്കുമ്പോൾ നിങ്ങൾ ആരാണ്? മക്കളാണ്. മക്കളാകുമ്പോഴോ അപ്പൻ്റെ സമ്പത്തിന് നിങ്ങൾക്ക് അവകാശമുണ്ട്. മദർ തെരേസ, കഴിഞ്ഞ നാളിൽ ഞാൻ കൽക്കട്ടയിൽ നേഴ്സുമാരുടെ റിട്രീറ്റ്, അമ്മയുടെ കബറടത്തിങ്കൽ അടുത്താണ് ധ്യാനം നടക്കുക. ഞാൻ ആ മഠത്തിലേക്ക് കയറി ചെന്നപ്പോൾ ഞാൻ കണ്ട കാഴ്ച, പ്രിയപ്പെട്ടവരെ, ദൈവം എനിക്കൊരു ഭാഗ്യം തന്നു ആ മുറിക്കുള്ളിൽ കടക്കാൻ. അമ്മ കിടന്ന കട്ടിലിൻ്റെ അടുത്ത് നിന്നപ്പോൾ അടുത്തുനിന്ന് മലയാളി സിസ്റ്ററാണ്, ആ കന്യാസ്ത്രീ, ആ സിസ്റ്റർ എന്നോട് പറയുക, ബ്രദറെ, ഇതാണ് ഞങ്ങളുടെ അമ്മയുടെ ഈ ഭൂമിയിലെ സ്വന്തം. എന്താ ഞാൻ കണ്ട കാഴ്ച? ഒരു ചെറിയ പായ, അതിൻ്റെ പുറത്തൊരു ചെറിയ ബെഡ്ഷീറ്റ്, പിന്നെ ഒരു ബക്കറ്റ്, അതിൻ്റെ പുറത്തൊരു മഗ്, പിന്നെ അവൾക്ക് കുടിക്കാനുള്ള ചെറിയൊരു കപ്പ്. അതാണ് അവൾക്ക് ഈ മണ്ണിൽ സ്വന്തമായിട്ട് ഉണ്ടായിരുന്നത്. പക്ഷെ നിങ്ങൾക്കറിയണോ, ലോകത്തിൽ ഏറ്റവും കൂടുതൽ സമ്പത്ത് ഒഴുകി വന്നത് ആ സ്ത്രീയുടെ ജീവിതത്തിലേക്കാണ്. കൽക്കട്ടയിലൂടെ ഞാൻ നടക്കുമ്പോൾ എന്നോട് അവർ പറഞ്ഞൊരു സത്യമുണ്ട്. എന്താണ് ബംഗാൾ, അവിടെ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച വളരെ ദയനീയമാണ്. പുറത്തുള്ള കാഴ്ചയിൽ അവിടെ ചെല്ലുമ്പോൾ പട്ടിണി കോലങ്ങളാണ്. ഓർത്തു നോക്കിക്കുക പ്രിയപ്പെട്ടവരെ. പക്ഷെ ഒരു കാര്യം സത്യമാണ്, അവിടെ ഏത് വീട്ടിൽ ചെന്നാലും 3 ഫോട്ടോയുണ്ട്. ഒന്ന് സത്യജിത്ത് റേ, സിനിമാ സംവിധായകൻ. 2 രവീന്ദ്രനാഥ ടാഗോർ, ഒരു കവിയായിരുന്നു. 3 മദർ തെരേസ, ഞങ്ങളുടെ അമ്മയെന്നാണ് പറയുന്നത്. ഓർത്തു നോക്കിക്കുക പ്രിയപ്പെട്ടവരെ. കൽക്കട്ട തെരുവിൽ ഒരു കൈക്കുഞ്ഞിനെയുമായിട്ട് അവൾ നടക്കുമ്പോൾ അവൾ ആരാണ്? അവൾ മക്കളാണ്, അവൾ മകളാണ്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ അവൾ ഇന്ന് ഉയർത്തപ്പെട്ടത് കണ്ടോ? അവളുടെ നാമം ഇന്ന് ഉയർത്തപ്പെട്ടത് കണ്ടോ? അതുകൊണ്ട് ഇന്ന് നിങ്ങൾ ക്രിസ്തുവിൽ പ്രവേശിക്കണം. എന്നിട്ടോ ക്രിസ്തുവിൽ പ്രവേശിക്കുമ്പോൾ അപ്പൻ്റെ മകളാകും, മകനാകും. അപ്പൻ്റെ മക്കളാകുമ്പോഴോ സകല സമ്പത്തിനും ദൈവം നിങ്ങൾക്ക് അവകാശം തരും. എന്താ സമ്പത്ത്? സമാധാനം. ദൈവം തരുന്ന സമ്പത്ത് സമാധാനമാണ്. അത് നിങ്ങൾ പങ്കുവെക്കണം. ശുശ്രൂഷ ചെയ്യുന്ന സ്ഥലങ്ങളിൽ, നിങ്ങൾ കണ്ടുമുട്ടുന്ന രോഗികളിൽ നിങ്ങളത് പങ്കുവെക്കണം. നിങ്ങൾ കാണുന്ന രോഗിക്ക് മനസ്സിലാകണം, ഇവൾ സാധാരണ സ്ത്രീയല്ല, ഇവളൊരു മകളാണ്, ദൈവത്തിൻ്റെ മകളാണ്. നിങ്ങളിലൂടെ
ആ രോഗിക്ക് ദൈവത്തെ രുചിച്ചറിയാൻ പറ്റണം. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമുക്ക് കൃപ തരട്ടെ. കണ്ണുകളടച്ച് കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് പരിശുദ്ധാത്മാവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം, ക്രിസ്തുവിൽ പ്രവേശിക്കാൻ. അവനെ ഉപയോഗിക്കരുത്, അവനെ സ്വീകരിക്കണം. കർത്താവ് വീണ്ടും ഇന്ന് തന്ന വചനത്തിനായിട്ട് നമുക്ക് നന്ദി പറയാം. കണ്ണുകളടച്ച് കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവായ ദൈവമേ, ഈ പ്രിയപ്പെട്ട ദാസിമാരെ, നിൻ്റെ ശുശ്രൂഷയ്ക്കായി നീ വിളിച്ചു ചേർത്തിരിക്കുന്ന ഈ പ്രിയപ്പെട്ട നേഴ്സുമാരെ നീ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കണമേ. മക്കളുടെ പദവിയിലേക്ക് നീ ഇവരെ ഉയർത്തണമേ. ഇവരിലൂടെ അനേകം രോഗികളെ സൗഖ്യപ്പെടുത്താൻ തക്കവണ്ണം നിൻ്റെ സമാധാനവും നിൻ്റെ രക്ഷയും നിൻ്റെ സൗഖ്യവും ഇവർക്ക് നൽകണമേ. കടന്നു ചെല്ലുന്ന ഏതൊരു രോഗിയുടെ സന്നിധിയിൽ ചെല്ലുമ്പോഴും കർത്താവേ, നിൻ്റെ സാന്നിധ്യം അവരനുഭവിച്ചറിയട്ടെ. ദൈവത്തിൻ്റെ മക്കളെ കണ്ടുമുട്ടിയ അനുഭവം, ഒരു ദൈവാനുഭവം എല്ലാ രോഗികൾക്കും ഉണ്ടാകട്ടെ. സൗഖ്യപ്പെടുത്തുന്ന ഏഞ്ചലായിട്ട്, മാലാഹമാരായിട്ട് ഈ പ്രിയപ്പെട്ട ദാസിമാർ മാറട്ടെ. അതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് നമുക്ക് കൃപ തരട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ബ്രദർ സുനിലിലൂടെ നാം കേട്ടതുപോലെ ഈ ലോകത്തിൻ്റെ മോഹങ്ങളിൽ മുഴുകാതെ ഈശോയുടെ നല്ല ശിഷ്യരായി ജീവിക്കുവാൻ നമുക്കും തീരുമാനമെടുക്കാം. അങ്ങനെ നമ്മെ കാണുന്ന ഓരോരുത്തരും ഈശോയെ അനുഭവിക്കട്ടെ. അതിനായി ലോകമെമ്പാടുമുള്ള നഴ്സുമാരെയും അവരുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയ്ക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ നഴ്സും ഒരു വിശുദ്ധയായി തീരട്ടെ. ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാമറിയമേ, ഫാത്തിമാനാഥേ, എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. അങ്ങ് ഞങ്ങളുടെ നാഥയും സംരക്ഷകയുമാകണമേ. ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിലെത്തിച്ചേരുവാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.